അവരോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു പക്ഷേ മോഡി ഡയബറ്റീസ് ആവാം. നമസ്കാരം, ഡോക്ടർ സാജി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹത്തെക്കുറിച്ചാണ്. എന്താണ് പ്രമേഹത്തെക്കുറിച്ച് വീണ്ടും എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ, ശരിക്കും നമ്മൾ കൂടുതലായി കണ്ടുവരുന്നതും കാണപ്പെടുന്നതും എല്ലാം പ്രമേഹമാണ് കൂടുതൽ. അതിൽ പ്രമേഹത്തിൽ തന്നെ വളരെ നിരാശാജനകമായി നമുക്ക് തോന്നിയിട്ടുള്ളത് വളരെയധികം ചെറുപ്പക്കാരിൽ നിന്ന് പ്രമേഹം കണ്ടുവരുന്നു. പ്രത്യേകിച്ചും 25 വയസ്സിനോട് അടുപ്പിച്ചുള്ള യുവാക്കളിൽ പോലും. മുൻകാല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ പ്രമേഹത്തെ ടൈപ്പ് 1, ടൈപ്പ് 2 ആയിട്ടൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്, ഇൻസുലിൻ എടുക്കേണ്ടതായ ഡയബറ്റീസ്, ഇൻസുലിൻ എടുക്കേണ്ടതല്ലാത്ത ഡയബറ്റീസ് എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും 25 വയസ്സിനോട് അടുപ്പിച്ചുള്ള പല യുവാക്കളും വന്നിട്ട് വളരെ വേദനയോടും വിഷമത്തോടു കൂടി, ഞാൻ കൃത്യമായി ജിമ്മിൽ പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഞാൻ പ്രമേഹം വരുന്ന തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു, എനിക്ക് എന്നിട്ടും ഇതാ പ്രമേഹം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു പക്ഷേ മോഡി ഡയബറ്റീസ് ആവാം. എന്താണ് മോഡി ഡയബറ്റീസ് എന്നുള്ളതാണ് വിഷയം. മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഇൻ യങ് എന്നാണ് മോഡി ഡയബറ്റീസിൻ്റെ ഇത് പറയപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ പാരമ്പര്യം ഒരു പ്രധാന ഘടകമായി, പാരമ്പര്യവും ജനിതക വൈകല്യവുമുള്ള ഒരു ഡയബറ്റീസ് അല്ലെ പ്രമേഹമാണ് മോഡി ഡയബറ്റീസ്. തീർച്ചയായും നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു തലമുറ 2 തലമുറ കൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എങ്കിൽ, അത് നേരത്തെ ഉള്ള ഒരു സ്റ്റേജിലാണ് എങ്കിൽ, നമുക്ക് ഈ വന്നിരിക്കുന്നത് ഒരു 25 വയസ്സിനോട് അടുപ്പിച്ചിട്ടാണ് എങ്കിൽ അത് മോഡി ഡയബറ്റീസ് ആവാനാണ് സാധ്യത. ഇനി ഒരു പക്ഷേ 25 വയസ്സിന് മുമ്പേ ചില ആൾക്കാരിൽ നമുക്ക് സാധാരണ ടൈപ്പ് 1 എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ 25 വയസ്സിന് മുമ്പേ ഉള്ള മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഒരു 20 വയസ്സിന് മുമ്പ് ചില വ്യക്തികളിൽ നമുക്ക് പ്രമേഹം കണ്ടുവരാറുണ്ട്. അത് നമ്മുടെ ലേറ്റൻ്റ് ആട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസിൻ്റെ അഡൽട്സ് എന്നാണ് അതിന് നമ്മൾ സാധാരണയായി പറയാറുള്ളത്. അത് ശരിക്കും പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീറ്റാ കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ടാണ്. അത് തീർച്ചയായും ടൈപ്പ് 1 പോലെ തന്നെ ഒരു ആട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഒരൊറ്റ വ്യത്യാസം, 25 വയസ്സിന് വളരെ നേരത്തെ അല്ല, ജുവനൽ ഡയബറ്റീസ് പോലെ അല്ല എങ്കിൽ പോലും ഒരു 25 വയസ്സിന് മുമ്പ് തന്നെ ഒരു പ്രമേഹം വന്ന് പിടിപെടുന്നതിനാണ് ലാഡ എന്ന് പറയുന്നത്. പക്ഷേ മോഡി ഡയബറ്റീസ് ഞാൻ ഈ പറഞ്ഞതുപോലെ പാരമ്പര്യവും ജനിതക വൈകല്യവുമുള്ള തരത്തിലുള്ള ഒരു ഡയബറ്റീസാണ്. ഒരു ജീനിൻ്റെ മ്യൂട്ടേഷന് സംഭവിക്കുന്ന തകരാറ് കൊണ്ടുണ്ടാകുന്നതാണ്. അത്തരം ചെറുപ്പക്കാരിൽ അതിനകത്ത് നിരാശാപൂർവ്വം പറയുന്നവരോട് അതങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. എന്നാലും എല്ലാ ഡയബറ്റീസും നമുക്കത് മാനേജ് ചെയ്ത് പോവേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് മോഡി ഡയബറ്റീസ് നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈപ്പ് 1 നമ്മൾ എടുക്കുന്നത് പോലെ ഇൻസുലിൻ എല്ലായ്പ്പോഴും എടുക്കേണ്ട ഒരു ആവശ്യം മോഡി ഡയബറ്റീസിനില്ല. എന്നാൽ മറ്റ് ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസിനുള്ളത് പോലുള്ള തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവിടെ കാണാറുള്ളത്. ഒരുപക്ഷെ ലാഡ ഡയബറ്റീസിൽ ഫാസ്റ്റിംഗ് ഷുഗർ കൂടുതലായിരിക്കാം. ഇവിടെ മോഡി ഡയബറ്റീസിൽ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് തിരിച്ചറിയണമെങ്കിൽ, ഇൻസുലിൻ വേണോ വേണ്ടേ എന്ന് തിരിച്ചറിയണമെങ്കിൽ തന്നെ ഒരു സി പെപ്റ്റൈഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ സി പെപ്റ്റൈഡ് ടെസ്റ്റ് ചെയ്താൽ പോലും ഒരു പക്ഷേ അത് വളരെ നോർമലായിരിക്കാം, അല്ലെങ്കിൽ ഒരു അല്പ കുറവായിരിക്കാം, ഇങ്ങനെ കാണാറുള്ളൂ. എന്നപ്പോൾ ചുരുക്കത്തിൽ നല്ല രീതിക്ക് വ്യായാമക്രമവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ഡയബറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രമേഹം ഏതാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. ആ ശ്രമം നമ്മൾ നടത്താതെ വരുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചികിത്സാ രീതിയും ട്രീറ്റ്മെൻറ്റിനും അതിനകത്ത് വ്യത്യാസം വരും. മോഡി ഡയബറ്റീസിൽ ആവശ്യമില്ലാതെ ഇൻസുലിൻ എടുക്കേണ്ട കാര്യമില്ല. ഇനി ഒരു പക്ഷേ ഇൻസുലിൻ എടുക്കേണ്ടി വന്നിരുന്നാൽ പോലും അത് ക്രമീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റൊരു സമയത്ത് ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്,
ഏത് തരത്തിലുള്ള ഡയബറ്റീസ് ആണെങ്കിലും, ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും, ടൈപ്പ് 2 ആണെങ്കിലും, അത് മോഡി ആണെങ്കിലും ലാഡ ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പരിപാലിച്ച് പോകണം എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് കൃത്യമായി നമ്മളെ ഡയബറ്റീസ്, നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന പ്രമേഹം ഏത് തരമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്. രണ്ടാമത്തതായി നമ്പേഴ്സ് ആണ്. അത് നമ്മളെ കൃത്യമായ അളവ് നമ്മൾ പരിശോധന യഥാസമയം നടത്തണം. ഈ പരിശോധനയിൽ എത്രയാണ് നമ്മുടെ ഡയബറ്റീസിൻ്റെ അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. മൂന്നാമതായി കൃത്യമായ ഭക്ഷണവും വ്യായാമവും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഫൈബർ അടങ്ങിയതും നാരടങ്ങിയതുമായ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. അന്നജം, സ്റ്റാർച്ച് തുടങ്ങിയ കാര്യങ്ങൾ മാക്സിമം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതങ്ങനെ കഴിക്കുക. പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിലുപരിയായി പഴങ്ങൾ ധാരാളം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള മാമ്പഴം, ചക്കപ്പഴം എന്നുള്ളത് തീർച്ചയായും കുറയ്ക്കുക തന്നെ വേണം. ഒരുപക്ഷെ പഴുത്ത് തുടങ്ങുന്നതും അധികം പഴുക്കാത്തതുമായ പേരയ്ക്ക, ബാക്കിയുള്ള ഏത് തരത്തിലുള്ള അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾക്ക് നമുക്ക് കഴിക്കാം. ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള പഴങ്ങൾ, അത് മറ്റൊരു അവസരത്തിൽ പറയാം. അത്തരം ഫ്രൂട്ട്സുകൾ നമ്മൾ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതിലുപരിയായി കൃത്യമായ വ്യായാമം വേണം. ശരീരം വേർക്കണം. നമ്മളെ ബോഡിയിൽ നിന്നും നമ്മളെ ഈ ടോക്സിൻസ് തീർച്ചയായും പുറത്ത് പോകണമെന്നുള്ളതാണ്. ആ വ്യായാമത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി 2 കാര്യം പറയാനുണ്ട്. അത് 2 തരത്തിലുള്ള എക്സസൈസ് നമുക്ക് വേണം. അത് കാർഡിയാക് എക്സസൈസ് വേണം, റെസിസ്റ്റൻ്റ് എക്സസൈസ് വേണം. റെസിസ്റ്റൻ്റ് എക്സസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ മസിൽ ഡെവലപ്പ് ആവാൻ പറ്റുള്ളൂ. മസിൽ ബിൽഡിംഗ്, മസിൽസ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അത് പ്രമേഹം നിയന്ത്രിക്കാൻ വളരെ സഹായിക്കും. ഒപ്പം കാർഡിയാക് എക്സസൈസ്, എയറോബിക് എക്സസൈസ്, അതായത് വാക്കിംഗ്, സ്വിമ്മിങ്, നടക്കുക, ഓടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള എയറോബിക് എക്സസൈസും വേണം. ഞാനീ നേരത്തെ പറഞ്ഞ ഒരു മോഡി ഡയബറ്റീസിൻ്റെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സാധാരണ ഈ മോഡി ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസിൽ അമിതമായ വണ്ണം പൊണ്ണത്തടിയൊക്കെ ഒരു കാരണമാവുമെങ്കിലും ഈ മോഡി ഡയബറ്റീസിൽ അവർക്കൊന്നും അങ്ങനെ ഒരു കാരണമേ കാണാറില്ല. അതും കൂടെ ഒന്ന് പരാമർശിക്കുകയാണ്. ഇനി അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു, ഏത് തരത്തിലുള്ള എക്സസൈസ് ആണെന്ന് പറഞ്ഞു, പ്രോസസ്ഡ് ഫുഡ് പൂർണ്ണമാറ്റി ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇനി എടുത്ത് പറയാനുള്ള ഒരു പ്രധാന വിഷയമാണ് നമ്മൾ കൃത്യമായ ഉറക്കം. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാനത് പറഞ്ഞിരുന്നു. ഉറക്കം നിർബന്ധമാണ്. ഒരു 6-7 തൊട്ട് ഉറക്കം ഉണ്ടാകണം, മണിക്കൂർ ഉറക്കം കിട്ടണം. ഉറക്കം ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഇനി എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നടത്തയുടെ ഒരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ നടത്ത എന്നുള്ളത് കൂടുതലും നമ്മളൊരു പക്ഷേ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക. രാത്രി ഭക്ഷണം നേരത്തെ കഴിച്ചതിന് ശേഷം നടത്ത വളരെ നല്ലതാണ്. മുമ്പ് കാരണവന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അത്താഴമുണ്ടാൽ അരനാഴിക നേരം നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ നടത്ത ഒരു പക്ഷേ രാത്രി ആവാം എന്നുള്ളതാണ്. കൃത്യമായ പരിശോധന വേണം. ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് കിൽസ് യുവർ ബോഡി എന്നാണ്. സ്ട്രെസ്സുകൾ, ആവശ്യമില്ലാത്ത സ്ട്രെസ്സുകൾ, പ്രമേഹമെന്നല്ല, പലതരത്തിലുള്ള രോഗങ്ങൾക്കും നമുക്കിന്ന് പ്രധാനമായ ഒരു കാരണമായി കണ്ടുവരുന്നത് സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സിനെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ഒരു ഓഫീസ് ജോലിയാണെങ്കിൽ ഓഫീസിൽ വെച്ചിട്ട് വേണം വീട്ടിൽ വരാനെന്നുള്ളതാണ്. നെവർ ക്യാരി യുവർ ഓഫീസ് ടു ഹോം എന്നാണ്. നമ്മൾ ആ ഒരു തലവേദന എല്ലാം കൂടെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അത് എത്രത്തോളം എല്ലാവർക്കും എങ്ങനെ സാധിക്കുമെന്നുള്ളത് പറയാൻ എനിക്ക് അറിയില്ല. എങ്കിലും ആ സ്ട്രെസ്സ് നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണം. എന്ത് ചെയ്താലും സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഷുഗറിൻ്റെ അളവ് കൂടുതലായി കൂടിക്കൊണ്ടുവരും. പിന്നെ അത്യാവശ്യം ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. നല്ല രീതിക്ക് ഒരു 25 ലിറ്റർ വെള്ളം എന്നുള്ള രീതിക്ക് ഒരു കണക്കിന് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം നമ്മൾ കുടിക്കുക. എല്ലാത്തിനും ഉപരിയായി നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറം നമുക്ക് സഹായം ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ. കൃത്യമായി ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നേട്ടമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ മെഡിറ്റേഷനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇന്ന് എന്തായാലും ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയും പോലെ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവനവൻ്റെ പ്രമേഹം ഏത് തരത്തിലാണെന്ന് തിരിച്ചറിയുകയും സ്വയം ചികിത്സ ഒഴിവാക്കുകയും ചെയ്യുക. നമ്മുടെ ചികിത്സ ശരിയായ രീതിക്ക്, വ്യക്തമായ രീതിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.